നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വർണ്ണത്തിൻ്റെ വില ഓരോ ദിവസവും കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെയൊക്കെ ഒരു പവനൊക്കെ 100 രൂപയൊക്കെ കൂടത്തുള്ളായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ഇപ്പോൾ 500 മുതൽ 1000 പുറത്തൊക്കെയായി ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വർണം സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഒരു 40,000 രൂപയിൽ താഴെ ആയിരുന്നെങ്കിൽ ഒരു പവനെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. ഇനി അവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവർക്കൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഒരു പവൻ സ്വർണം കിട്ടാൻ 40,000 രൂപ പോലും വേണ്ട. കത്തുന്ന വിലയെ മറികടക്കാൻ വാങ്ങൽ തന്ത്രം മാറ്റി ജൻസികൾ. വൻ ലാഭം. മുൻപ് 22 ക്യാരറ്റ് സ്വർണത്തിന് മാത്രമായിരുന്നു ആഭരണ പ്രേമികൾക്കിടയിൽ പ്രാധാന്യം. 24 ക്യാരറ്റോ അല്ലെങ്കിൽ 18, 14, 9 ക്യാരറ്റ് സ്വർണ്ണങ്ങളോ ആളുകൾ തിരിഞ്ഞുപോലും നോക്കിയിരുന്നില്ല. എന്നാൽ സ്വർണത്തിന് വില ഉയരുന്നതോടെ വൻപൻ ട്വിസ്റ്റാണ് വിപണിയിൽ ഉണ്ടായിരിക്കുന്നത്. 24 ക്യാരറ്റ് സ്വർണത്തിന് ഡിമാൻഡ് ഏറി എന്നതാണ് അതിൽ പ്രധാനം. അതായത് 24 ക്യാരറ്റ് സ്വർണം ആഭരണം ഉണ്ടാക്കാൻ ആരും ഉപയോഗിക്കില്ല. ഇവ പരിശുദ്ധ സ്വർണ്ണമാണ്. നാണയങ്ങളായും സ്വർണ്ണക്കട്ടികളൊക്കെയായി ഇവ വാങ്ങാം. 22 ക്യാരറ്റ് ആഭരണങ്ങൾ ശുദ്ധ സ്വർണ്ണമല്ലെന്നും പണിക്കൂലി കൂടുതലായി നൽകേണ്ടി വരുമെന്നതും നിക്ഷേപ താൽപ്പര്യത്തോടെ സ്വർണം വാങ്ങാൻ എത്തുന്നവരെ 24 ക്യാരറ്റിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. 22 ക്യാരറ്റ് സ്വർണ്ണമാണ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പരിശുദ്ധി കൂടുതലുള്ള സ്വർണം. ഇന്ന് 22 ക്യാരറ്റ് 1 ഗ്രാം സ്വർണത്തിൻ്റെ വില 10,530 രൂപയാണ്. പവൻ വില 84,240 രൂപയും. ഇതിനൊപ്പം 5% പണിക്കൂലിയും 3% GSTയും ചേർത്ത് 90,000 രൂപയ്ക്ക് മുകളിൽ കൊടുത്താലേ ഒരു പവൻ കയ്യിൽ കിട്ടൂ. സ്വർണം 18, 14, 9 ക്യാരറ്റുകളിൽ ലഭിക്കുമ്പോൾ ഇത്രയും ഉയർന്ന തുക കൊടുത്ത് ആഭരണം വാങ്ങണമോ എന്ന ചോദ്യമാണ് ജെൻസിയും മില്ലേനിയലും ഉയർത്തുന്നത്. വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഉയർന്ന ക്യാരറ്റ് സ്വർണത്തിന് ഇപ്പോഴും ആവശ്യക്കാരുണ്ട്. എന്നാൽ ദൈനംദിന ഉപയോഗത്തിന് ഭാരം കുറഞ്ഞതും കുറഞ്ഞ ക്യാരറ്റിലുള്ളതുമായ ആഭരണങ്ങളോടാണ് ഇപ്പോഴത്തെ ആളുകൾക്ക് പ്രിയമെന്ന് വ്യാപാരികൾ പറയുന്നു. വജ്രങ്ങളും മറ്റ് അമൂല്യ കല്ലുകളും ഉൾപ്പെടുന്ന ഡിസൈനുകളിൽ കുറഞ്ഞ ക്യാരറ്റിലുള്ള സ്വർണ്ണങ്ങൾ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിൽ കൂടുതൽ കളക്ഷനുകൾ ജ്വല്ലറികളിൽ കരുതുന്നുണ്ടെന്ന് കച്ചവടക്കാർ വ്യക്തമാക്കി. 14 ക്യാരറ്റ് ആഭരണങ്ങൾക്കാണ് യുവതലമുറക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നത്. പുതിയ ഫാഷനുകൾക്ക് അനുയോജ്യവും കുറഞ്ഞ വിലയിൽ ലഭ്യമാണെന്നതും ഇതിലേക്ക് അവരെ ആകർഷിക്കുന്നു. രൂപകൽപ്പനയിലോ ഗുണമേന്മയിലോ സ്വർണത്തിൻ്റെ ആകർഷണീയതയിലോ വിട്ടുവീഴ്ച ചെയ്യാതെ താങ്ങാവുന്ന ആഡംബരം ആഗ്രഹിക്കുന്ന പുതിയ തലമുറയെ സംബന്ധിച്ച് കുറഞ്ഞ ക്യാരറ്റിലുള്ള ആഭരണങ്ങൾ വലിയ അനുഗ്രഹമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. വർദ്ധിച്ചു വരുന്ന ആവശ്യം പരിഗണിച്ച് വലിയ ബ്രാൻഡുകളും പരമ്പരാഗത ജ്വല്ലറികളും കുറഞ്ഞ ക്യാരറ്റ് ആഭരണങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. 9 ക്യാരറ്റ് സ്വർണത്തിന് സർക്കാർ ഹാൾമാർക്കിംഗ് അംഗീകാരം നൽകിയത് അവയ്ക്കുള്ള വിശ്വാസ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കയറ്റുമതിയിലെ ആവശ്യകതയും ഈ പ്രവണതയ്ക്ക് ആക്കം കൂട്ടി. വജ്രാഭരണങ്ങളിൽ 9 ക്യാരറ്റിനുമാണ് യൂറോപ്യൻ ഉപഭോക്താക്കൾക്ക് പ്രാധാന്യം നൽകുന്നത്. ഇവ നന്നായി ഈട് നിൽക്കുന്നത് കൊണ്ടാണ് അവർ ഇത് തിരഞ്ഞെടുക്കുന്നതത്രേ. സമാനമായി സ്വർണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കുറഞ്ഞ ക്യാരറ്റിലുള്ള ആഭരണങ്ങൾ വലിയ അനുഗ്രഹമാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും യോജിക്കുന്ന ഡിസൈനുകളും ജ്വല്ലറികൾ ഇപ്പോൾ അവതരിപ്പിക്കുന്നുണ്ട്. സ്വർണ്ണവില ഇങ്ങനെ. ഇന്ന് 18 ക്യാരറ്റ് 1 പവൻ സ്വർണത്തിന് കേരളത്തിൽ 70,120 രൂപയാണ്. 14 ക്യാരറ്റ് സ്വർണത്തിന് ഏകദേശം 55,000 വരും. 9 ക്യാരറ്റ് സ്വർണത്തിന് 36,000 രൂപയിൽ താഴെ വില വരൂ. അതേസമയം കുറഞ്ഞ ക്യാരറ്റ് സ്വർണ്ണമൊക്കെ ആണെങ്കിലും ഇവയ്ക്കും പണിക്കൂലിയും GSTയും ഒക്കെ കൊടുക്കണം. മാത്രമല്ല വൈവിധ്യമാർന്ന ഡിസൈനുകൾ ആയതുകൊണ്ട് തന്നെ കൂടുതൽ പണിക്കൂലി നൽകേണ്ടിയും വരും. കുറഞ്ഞ ക്യാരറ്റിലുള്ള ആഭരണങ്ങൾ ഒരിക്കലും നിക്ഷേപ ലക്ഷ്യത്തോടെ വാങ്ങരുത്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണാൻ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഹൈപ്പിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.